ഇതെന്തോ ചെയ്യുന്നത് ആശാനെ? ഇതെന്തായി ചെയ്യുന്നത്? സാധകം ചെയ്യുന്ന സാധകം. ഒരു സാധകം ചെയ്യാൻ കമ്മിറ്റിക്കാരും ഇല്ല ഇവിടെ. എന്ത് ഈ ആൾക്കാരെല്ലാം വന്നിരിക്കുന്നു, ഒരു കമ്മിറ്റിക്കാരനെ കാണുന്നില്ല. റെഡിയാണല്ലോ, ഞങ്ങളെല്ലാം എപ്പോഴാ റെഡിയോ? ആശാന ഫ്രണ്ടിലുണ്ടല്ലോ. എവിടെയും കിടപ്പുണ്ടായിരിക്കും. സഹൃദയരെ, നമ്മളേവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ജോർജ് കുട്ടിയും സംഘവും അവതരിപ്പിക്കുന്ന ഹാസ്യ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയായി. വനിതാ കമ്മിറ്റി അംഗം ശ്രീമതി അമ്മണി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിന്റെ പുറകിലോട്ട് ഒന്ന് വരണം. നിർത്തണമേ, ഒരു കാര്യം പറയാൻ പറ്റില്ലോ. അമ്മണി, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്നാലും അവന്മാര് സമ്മതിക്കുകയല്ല. എന്റെ മക്കളെ, ഞാൻ അമ്മണി ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനും ക്ലീൻ ചെയ്തതിനും ഒക്കെ കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതിന് പറഞ്ഞ ഉടനെ പോയ ചിന്ത കണ്ടില്ലേ? അച്ഛനെ, ഒരു കാര്യം, ഞങ്ങളുടെ കഥാപ്രസംഗം നടക്കുമ്പോൾ ഇവിടെ ഈ എക്കോ വന്നിട്ടുണ്ട്, പ്രശ്നമാവും. എക്കോ എക്കോ അവനിങ്ങോട്ട് വരട്ടെ. അടിച്ചവനെ കൈതാലും കെട്ടിത്തു കൂടെ. ആ എക്കോ അല്ല ചേട്ടാ. ഹലോ ഹലോ ഹലോ, ഈ എക്കോയുടെ കാര്യമല്ലേ? അതെ, അവിടെ ഒരു ആരാ കുറച്ച് കിടക്കുന്ന അവിടെ, അത് നിങ്ങളുടെ വല്ലതാണോ? അത് തമ്പുരുവാ ചേട്ടാ. തമ്പുരു ആ തമ്പുരു കിമ്പുരു എന്നാണെങ്കിലും വേണ്ടല്ലോ. ഞാൻ നീച്ച് കിടക്കാൻ പറ. സഹോദരരെ, മാതാപിതാക്കളെ, വൈക്കം ജോർജുട്ടിയുടെയും സംഘത്തിന്റെയും 1000 വിസിക്കൂട്ട് 10,000 അഭിവാദനങ്ങൾ. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം സെന്റ് മേരീസ് മെമ്പർ മാത്രം. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം സെന്റ് മേരീസ് മെമ്പർ മാത്രം. കാലപ്രവാഹത്തിൽ ഡാലസിലെത്തിയ കേവലം ഞാനൊരു പാട്ടുകാരൻ. കാലപ്രവാഹത്തിൽ ഡാലസിലെത്തിയ കേവലം ഞാനൊരു പാട്ടുകാരൻ. കാതികനല്ല കലാകാരനല്ല ഞാൻ, കേവലം സെന്റ് മേരീസ് മെമ്പർ മാത്രം. ആശാനേ, എന്തോ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് എങ്ങോട്ടാന്ന് മുങ്ങിയത്? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാലോ, എനിക്ക് കഥാപ്രസംഗം മാത്രമല്ല എന്റെ ജോലി. ഇത് കഴിഞ്ഞ് ചെറിയ ചെറിയ മരുന്ന് കച്ചവടമൊക്കെ ഉണ്ട്, പുസ്തക കച്ചവടമുണ്ട്. അതെല്ലാം കൊണ്ടാണ് എന്റെ ഉപജീവനമാർഗം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കഥ തീരുന്നതിനിടയ്ക്ക് ഒരു കച്ചവടം ഇവിടെ പാടില്ല കേട്ടോ. കഥാപ്രസംഗത്തിന് ശേഷമാകാൻ കച്ചവടം. എന്നാ തുടങ്ങാം. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം സെന്റ് മേരീസ് മെമ്പർ മാത്രം. കഥികനല്ല കലാകാരനല്ല ഞാൻ, കേവലം സെന്റ് മേരീസ് മെമ്പർ മാത്രം. കാലപ്രവാഹത്തിലെത്തിയ കേവലം ഞാനൊരു പാട്ടുകാരൻ. കാലപ്രവാഹത്തിൽ ഡാലസിലെത്തിയ കേവലം ഞാനൊരു പാട്ടുകാരൻ. സഹോദരരെ, പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിഗാർഡോ ഫെർണാണ്ടോയുടെ
നോവലായ റിഗാർഡോ ഫെർണാണ്ടോയുടെ എൻ്റർ ദ ഡ്രാഗനിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ എന്തിയടാ രാഘവ എന്ന കഥയിൽ നിന്നും മാന്തി പറിച്ചെടുത്ത് വലിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അതിലൽപ്പം നവസ്വാരം, ഇന്ദുപ്പ്, അല്പം കൊത്തമല്ലി ഇവയെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കയ്യിലിട്ട് തിരുമ്മി ദേഹമാസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്രണങ്ങള്, പാടുകള് ഇവയെല്ലാം മാറിക്കിട്ടും. എന്റെ കപ്പിൽ ചെറിയ കുപ്പിക്ക് 5 രൂപ, വലിയ കുപ്പിക്ക് 10 രൂപ. നിങ്ങൾക്ക് വലിയ കുപ്പി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇത് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. സഹൃദയരെ, എന്റെ കഥ നടക്കുന്നത്, ഇന്നലെ എന്റെ കഥ നടന്നത് മൂന്നാർ 6 മണിക്ക് കഥ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ന് എവിടെയാ കഥ നടക്കുന്നത്? കോയമ്പത്തൂരാണോ? അതോ കൊലഞ്ചേരിയിലാണോ? ഇവിടെ എങ്ങുമല്ല നമ്മുടെ കഥ നടക്കുന്നത്. നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് കൊച്ചു കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാരതം എന്നൊരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിന് ഭാരതത്തിന്റെ ഒത്ത നടുവിലായി സഹാറ എന്ന മരുഭൂമി. ആ സഹാറ മരുഭൂമിയുടെ നടുവിൽ കൂടി കളകളാ കുളകുള കള കുളകുള എന്ന് പറഞ്ഞ് തത്തി വഴി കളിച്ച് നാണം കുണുങ്ങി ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകുന്നു. ആ പുഴയിലെ കുളിസീനെ എത്തി നോക്കി ആ പുഴയ്ക്ക് ഒരു പേരിട്ടു, എത്യോപ്യ. പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യ എന്നൊരു കൊച്ചു ഗ്രാമം. പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം, എത്യോപ്യ എന്നൊരു കൊച്ചു ഗ്രാമം. പിച്ചക്കാർ വല്ലവരും തന്നതാണോ, ദൈവം തച്ചിരുന്നു പണിഞ്ഞതാണോ? പിച്ചക്കാർ വല്ലവരും തന്നതാണോ, ദൈവം തച്ചിരുന്നു പണിഞ്ഞതാണോ? ദൈവം തച്ചിരുന്നു പണിഞ്ഞതാണോ? ദൈവം തച്ചിരുന്നു പണിഞ്ഞതാണോ? സഹൃദയരെ, ഇത് പറയുമ്പോൾ എനിക്കൊരു തമാശ ഓർമ്മ വരികയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാനും എന്റെ സംഘം കൂടി പാലക്കാട് നിന്ന് വരികയായിരുന്നു. ആശാനെ, ഈ പഞ്ചായത്ത് വിട്ട് വേറെ വല്ലയിടത്തും പോയിട്ടുണ്ടോ? പിന്നെ ഈ പാലക്കാട് എവിടെ പോയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു തമാശ പറയുന്നത്. നമ്മൾ പാലക്കാട് പോയിട്ടില്ല? സത്യമായിട്ടും പോയിട്ടില്ല? നേരായിട്ടും പോയിട്ടില്ല? സത്യം. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി. സഹൃദയരെ, അങ്ങനെ ആ ഗ്രാമത്തിൽ സുപ്രഭാതം പൊട്ടിവിരിഞ്ഞ് പണ്ടാരടങ്ങി. പെട്ടെന്ന് ആ ചിറ്റക്കരിയുടെ വാതിൽ മെല്ലെ മലർക്കെ തുറന്നുകൊണ്ട് അരോഗത്തിഴകാത്രനും ഗോത്രനും സൂത്രനുമായ ഒരു സുന്ദരനായ യുവാവ് മുന്നോട്ട് കടന്നു വന്നു. അവന്റെ പേരാണ് ചുപ്രൻ. ഓക്കെ, നമ്മുടെ ചുപ്രൻ മുന്നോട്ട് കടന്നു വന്ന് ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. ചുപ്രൻ തന്റെ അരയിട്ടിരിക്കുന്ന പുല്ലാങ്കുഴലെടുത്ത് മനോഹരമായി തബല വായിക്കാൻ തുടങ്ങി. തബല വായിക്കോ? ക്ഷമിക്കണം, പുല്ലാങ്കുഴലെടുത്ത് വീണ വായിക്കാൻ തുടങ്ങി. ഇത്ര സംശയിക്കാനെന്താ? പുല്ലാങ്കുഴലെടുത്ത് ഗിത്താർ അവൻ അതെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. ഓക്കെ, പെട്ടെന്നൊരു ശബ്ദം, മുറ്റത്തൊരു മൈന. ചുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല, പാവം മൈന ചമ്മിപ്പോയി.
മൈന നോക്കിയേയില്ല. പോയി മൈന ചമ്മിപ്പോയി മൈന ചമ്മിപ്പോയി മൈന ചമ്മിപ്പോയി മൈന. പെട്ടെന്നൊരു ശബ്ദം. ഇത് ആരും ഓടി വരുന്നു. ആരാ അത്? അടിമാലി ശാന്തിയാണോ? അതോ തമ്മന് മേരിയാണോ? ആരുമല്ല, നമ്മുടെ കഥാനായിക. അവളാണ് അമ്മിണി. സുന്ദരി അമ്മിണി ഓടി വരുന്നു. തന്റെ കാമനായ ചുപ്രനെ കണ്ട് അവൾ ഓടി അടിക്കുകയാണ്. ചുപ്രൻ അങ്ങോട്ട് ഓടുന്നു. ഓടി വന്ന അമ്മിണി പെട്ടെന്നൊരു കാലിൽ തട്ടി പ്ലക്കോന്നും പറഞ്ഞു വീണു. പെട്ടെന്ന് ചുപ്രൻ ചോദിച്ചു, മോളെ പെണ്ണെ നിനക്ക് എന്ത് പറ്റി? ഇല്ല എനിക്കൊന്നും പറ്റിയില്ല. അല്ല എന്തെങ്കിലും പറ്റി കാണും. ഇല്ല എനിക്ക് പറ്റിയില്ല. ഇല്ല പറ്റി കാണും. ഇല്ല പറ്റിയില്ല. ഇങ്ങനെ സംശയം തോന്നുന്നവർ എന്റെ കയ്യിലുള്ള കളരി മർമാണി തൈലം എടുത്ത് അല്പം പുരട്ടി ആ ഒടിവെന്ന ഭാഗത്ത് പുരട്ടിയാൽ നല്ലവണ്ണം ശമനം കിട്ടും. ചെറിയ കുപ്പിക്ക് 5 രൂപ, വലിയ കുപ്പിക്ക് 10 രൂപ. ക്ഷമിക്കണം, ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, ആലപ്പുഴ, പാരിപ്പള്ളി, പാലക്കാട്, പാരിപ്പള്ളി, പാലക്കാട്. കഥാപ്രസംഗം നിർത്തണം. കഥാപ്രസംഗം നിർത്തില്ലേ അടിമേടിക്കും. കഥാപ്രസംഗം നിർത്തില്ലേ അടിമേടിക്കും. ഞാൻ കുറെ നേരമായിട്ട് പാലക്കാട് പാടാൻ തുടങ്ങിയിട്ട്. പാലക്കാട് ഞങ്ങൾ ആൾക്കാരെ പൈസ കൊടുത്തിട്ട് മേടിച്ചാണത്. മേളക്കാരും പക്കമേളക്കാരും സ്ഥലം വിട്ടില്ലെങ്കിൽ അടിച്ച് തെരപൈകൾ എല്ലാത്തിനും ഇവിടുന്ന്. പാലക്കാട്, നാളെ കോഴിക്കോട്, സഹൃദയരെ, ഇതോടെ എന്റെ കഥ കഴിഞ്ഞു.